പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ കോച്ചായിട്ടുള്ള ഇവൻ നുക്കോമനോവിച്ച് ക്ലബ്ബ് വിട്ടതിന് ശേഷം പല ഫാൻസിന്റെയും സംശയമായിരുന്നു ടീമിലെ പ്രധാന താരമായിട്ടുള്ള അഡ്രെ ലൂണ ക്ലബ്ബ് വിടുമോ എന്നുള്ളത്. ലൂണ ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഉദാഹരണം ISL 10ാം സീസണിന് സെക്കൻഡ് റൗണ്ട് മത്സരങ്ങളിൽ ലൂണ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി മത്സരങ്ങളാണ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ സംശയത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് മാർക്കസ് മെർഗ്ലാവോ. ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലോസ് ട്രിഗർ ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗ്ലാവോ വ്യക്തമാക്കിയിരിക്കുന്നത്. ലൂണ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാർക്കസ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കും. ലൂണയോടൊപ്പം ഡിമിട്രോസും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോവ സദാവി എന്ന വമ്പൻ താരത്തിനെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സീസണിൽ നോവ സദാവി, അഡ്രെ ലൂണ, അതുപോലെ തന്നെ ഡിമിട്രോസ് എന്നീ പ്ലേയേഴ്സ് എല്ലാം ടീമിൽ ഉണ്ടാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഡിമിട്രോസ്, അഡ്രെ ലൂണ, അതുപോലെ തന്നെ നോവ സദാവി എന്നീ പ്ലേയേഴ്സ് എല്ലാം ISL 10ാം സീസണിൽ മികച്ച ഫോമിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. നോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ FC ഗോവയോട് വിട പറഞ്ഞിരിക്കുകയാണ് നോവ സദാവി. താൻ FC ഗോവ ക്ലബിനോട് വിട പറയുകയാണ് എന്ന് നോവ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. FC ഗോവ ആരാധകരോടും ടീമിനോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് നോവ എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രം വന്നാൽ മതി. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡിമിട്രോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ ഇപ്പോൾ ഡിമിട്രോസ് ഒരു ഫ്രീ ഏജന്റ് ആണ്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രോസിന് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്ന് ഇപ്പോൾ മാർക്കസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിമി എന്തായാലും ആ ഒരു ഓഫർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിമിയെ പോലത്തെ ഒരു മികച്ച ക്വാളിറ്റി സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്താൽ അത് ടീമിന് എന്തുകൊണ്ട് വലിയൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഡിമിയെ ടീമിൽ നിലനിർത്തുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.